അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു തുള്ളി പോലും മല്ലി പൊടി ചേർക്കുന്നില്ല. തലശ്ശേരി സ്റ്റൈലിൽ മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുക. ഇതിൽ കൊഞ്ചൻ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിന്. കുറച്ച് കൊഞ്ചന് ആ കൊഞ്ചം ഫ്രൈ ചെയ്ത ഓയിലിൽ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ നല്ലവണ്ണം വഴറ്റി കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാത്ത ചെമ്മീൻ ഇതിലിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് അവസാനം കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് വഴറ്റി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ചേർക്കാൻ പോവുകയാണ്. ആ കൂട്ടിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നു ഉള്ളിയുടെ കൂട്ടിൽ. അതിനുശേഷം അരി കഴുകിയിട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പും ചേർത്ത് ഒരു കഷ്ണം കറുവാപ്പട്ട 2 ഏലക്കായ് 3 ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കറുപ്പയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുത്തിരിക്കുന്നു. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം വറ്റി സദാ റൈസ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് മല്ലിയിലയും ഗരം മസാലയുമാണ്. പിന്നെ അവസാനം ചോറ് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും അല്പം ഗരം മസാലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.